നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഈ വർഷം മുതൽ എല്ലാ ജീവനക്കാരും, അത് സർക്കാർ മേഖലയായാലും സ്വകാര്യ മേഖലയിലായാലും UAE-യുടെ തൊഴിലില്ലായ്മ ഇൻഷുറൻസ് പദ്ധതിയിൽ വരിക്കാരാകണമെന്നത് നിർബന്ധമാണ്. ഇത് സ്വമേധയാ ഉള്ള ഒരു ആവശ്യമല്ല, മറിച്ച് നിർബന്ധമാണ്. സ്കീമിന്റെ സബ്സ്ക്രിപ്ഷൻ 2023 ജനുവരി 1 ആരംഭിച്ചു. തൊഴിലാളികൾ 2023 ജൂൺ 30 മുൻപ് ഒരു സ്കീമിന്റെ വരിക്കാരാകേണ്ടതുണ്ട്. അല്ലെങ്കിൽ 400 ദിർഹം പിഴ ഈടാക്കേണ്ടിയും വരും. നിശ്ചിത തീയതി മുതൽ 3 മാസത്തേക്ക് പിഴ അടയ്ക്കുന്നതിൽ പരാജയപ്പെടുന്ന തൊഴിലാളികൾക്ക് വേതന സംരക്ഷണ സംവിധാനം, എൻഡ് ഓഫ് സർവീസ് ഗ്രാറ്റുവിറ്റി അല്ലെങ്കിൽ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന് സ്വീകാര്യമായ മറ്റേതെങ്കിലും ബദൽ മാർഗം എന്നിവയിലൂടെ അവരുടെ വേതനത്തിൽ നിന്ന് പിഴത്തുക കുറയ്ക്കും എന്നും മന്ത്രിതല പ്രമേയം വ്യക്തമാക്കി. പ്രമേയത്തിലെ മറ്റൊരു വ്യവസ്ഥ അനുസരിച്ച് നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ പിഴ കൃത്യമായി അടയ്ക്കുന്നതുവരെ ജീവനക്കാരന് തന്റെ വർക്ക് പെർമിറ്റ് പുതുക്കാനും കഴിയില്ല. നിശ്ചിത തീയതി മുതൽ 3 മാസത്തിനകം ഇൻഷുറൻസ് പ്രീമിയം അടച്ചില്ലെങ്കിൽ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് അസാധുവാകുമെന്നും വ്യക്തിയിൽ നിന്ന് 200 ദിർഹം പിഴ ഈടാക്കുമെന്നും പ്രമേയം വ്യക്തമാക്കുന്നു. തൊഴിലില്ലായ്മ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ നിയമവിരുദ്ധമായി ലഭിക്കാൻ ഇൻഷുർ ചെയ്തയാളുമായി തൊഴിലുടമ ഒത്തുകളിക്കുകയാണെങ്കിൽ ഓരോ കേസിനും മന്ത്രാലയത്തിന് 20,000 ദിർഹം പിഴ ഈടാക്കാം. ബാക്കി വ്യവസ്ഥകൾ ഇങ്ങനെയാണ്. ഇൻഷുർ ചെയ്തയാൾ രാജ്യത്ത് അതല്ലെങ്കിൽ UAE-യിൽ നിയമപരമായ താമസക്കാരായിരിക്കണം. എല്ലാ ഇൻഷുറൻസ് പ്രീമിയങ്ങളും അവർ മാനിക്കേണ്ടതുണ്ട്. തൊഴിലില്ലായ്മ രാജിവെച്ചതിന്റെ ഫലമായി ഉണ്ടാകാൻ പാടില്ല. ഇൻഷുർ ചെയ്തയാൾക്ക് ജോലി നഷ്ടപ്പെടുന്നത് അച്ചടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കരുത്. ഒരു ക്ലെയിം 30 ദിവസത്തിനകം നൽകണം. നഷ്ടപരിഹാരത്തിനുള്ള യോഗ്യതകൾ ഇവയെല്ലാമാണ്. നഷ്ടപരിഹാരത്തിന് യോഗ്യരാകുന്നതിനു വേണ്ടി ജീവനക്കാർ തുടർച്ചയായി 12 മാസമെങ്കിലും സ്കീമിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഉദാഹരണത്തിന്, ഒരു ജീവനക്കാരൻ 2023 ജനുവരിയിൽ സ്കീമിനായി സൈൻ അപ്പ് ചെയ്താൽ 2024 ജനുവരിക്ക് ശേഷം ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ നഷ്ടപരിഹാരത്തിന് അർഹത ഉണ്ടായിരിക്കും. മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ്, ആപ്പ്, മന്ത്രാലയം അനുവദിച്ച ബിസിനസ് സേവന കേന്ദ്രങ്ങൾ എന്നിവ വഴി പിഴ നൽകാവുന്നതാണ്. ഇൻഷുർ ചെയ്തയാൾക്ക് തവണകളായി പേയ്മെന്റിനായി അപേക്ഷിക്കാം. അല്ലെങ്കിൽ അതേ ചാനലുകൾ വഴി ഇളവ് തേടാവുന്നതുമാണ്. വീണ്ടും പറയുന്നു, ഇതൊരു സ്വമേധയാ ഉള്ള ആവശ്യമല്ല, മറിച്ച് നിർബന്ധിതമായി എല്ലാ പ്രവാസികളും ചെയ്തിരിക്കേണ്ടതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.